സ്ത്രീ കഥാപാത്രങ്ങൾക്ക് പ്രാധാന്യമില്ലെന്ന് പറഞ്ഞവർ നമ്മൾ സ്ത്രീകൾ മാത്രമുള്ള സിനിമ എടുത്ത ലൈസീറ കണ്ടാരെങ്കിലും പൊടിച്ചിട്ടില്ലേ? എന്ത് വേണം? സംസാരിക്കാൻ അറിയില്ല, അറിയാലോ. ലൈഫിൽ നടക്കുന്ന ചില സംസാരിക്കാൻ അറിയില്ലെങ്കിലും നന്നായിട്ട് അഭിനയിക്കാൻ അറിയാം. കുസൃതി കാണിക്കുന്നവരോട് നമുക്കൊരു വാത്സല്യം തോന്നും. അങ്ങനത്തെ ഒരു കുസൃതിക്കാരനാണ് വിനായകൻ. വിനായകൻ ഒരുപാട് കുസൃതികൾ കാണിക്കുമെങ്കിലും ഒരു വാത്സല്യം നമുക്ക് എല്ലാവർക്കും ഇയാളുടെ സിനിമ കാണുമ്പോൾ തോന്നിപ്പോകും. ഇത് നമ്മൾ അല്ലാതെ കാണുന്ന വിനായകനാണോ എന്ന് തോന്നിപ്പോകും. പക്ഷെ അല്ലാത്ത കാണുന്ന വിനായകൻ ഇതിനേക്കാളും നല്ലതാണ്. ശരിക്കും കാണാൻ നായകൻ വെച്ചാൽ നായകൻ എന്ന് മാത്രമാണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ വിനായകനാണ് നായകൻ, അപ്പോഴാണ് ഈ എടുത്ത് കാണുന്നത്. അങ്ങനെയാണ് നായകൻ. കിട്ടുന്ന ചാൻസിലൊക്കെ എൻ്റെ പറ്റുള്ളൂ. എൻ്റെ പേര് വെക്കുമ്പോൾ അങ്ങനെ എഴുതാൻ പറ്റില്ല. മൂട്ടി ഇതൊരു കോമ്പിനേഷൻ വിനായകൻ കൂടി വരുമ്പോൾ അത് നമുക്കൊരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. അപ്പം ഞാൻ അടുത്തിരുന്ന് പറയുകയും ചെയ്തു, കണ്ടാലറിയാം എല്ലാം വലിയ തലകൾ തരട്ടെ. ഈ സിനിമയുടെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നതിൽ നമുക്ക് വിശ്വാസം നൽകുന്ന ഒന്ന് അതിന്റെ പിന്നിൽ മമ്മൂട്ടി കമ്പനിയാണ്. എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതൊരു ത്രില്ലർ സിനിമയാണ്. അതിന്റെ ഓരോ പ്രോമോസും ഇതുപോലെ വളരെ ത്രില്ലിംഗ് ആയിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പടത്തില് ഒരു സീൻ ചെയ്യാനുള്ള ഭാഗ്യം കിട്ടി എനിക്ക്. യഥാർത്ഥത്തിൽ എന്താണ് കഥയെന്ന് എനിക്ക് അറിയത്തില്ല. 5-ാം തീയതി ഞാൻ ആകാംക്ഷയോടെ കാത്തിരിക്കും. അതുപോലെ തന്നെ മലയാളത്തിൽ ഒരു സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും ഒരു അൾട്ടിമേറ്റ് ഡ്രീം ആണ് മമ്മൂട്ടി ഒരു സിനിമ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അതൊരു എനിക്ക് കുറെ കാലമായിട്ട് അതിന് സ്വപ്നം ഉണ്ടായിരുന്നു. ഫോർച്ചുനേറ്റ്ലി അതൊരു റിയാലിറ്റി ആയിട്ട് മാറി. അതിന് സാറിനാണ് ഏറ്റവും കൂടുതൽ നന്ദി. പ്രത്യേകിച്ച് ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ പിന്നെ അദ്ദേഹം ഇതുവരെ ചെയ്തു വരുന്നിട്ടുള്ള കഥാപാത്രം കുറച്ച് മാറിയുള്ള ഒരു ഷെയ്ഡ് ഉള്ള ഒരു കഥാപാത്രമാണ്. അതിനെപ്പറ്റി കൂടുതൽ നമുക്ക് പറയാനായിട്ട് നിർവാഹമില്ല. എന്നാലും ഏറെക്കുറെ എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അത് തിരഞ്ഞെടുക്കാൻ കാണിച്ച മനസ്സിലും അപ്പം അത് മമ്മൂട്ടി കമ്പനി തന്നെ അത് നിർമ്മിക്കാനായിട്ട് തീരുമാനിക്കും. അതിനൊക്കെ ഉള്ള പ്രതിനിധി നന്ദി പറയുകയാണ്. അതേപോലെ വിനായകൻ ചേർന്ന് അദ്ദേഹത്തെയും ഇതുപോലെ അപ്രോച്ച് ചെയ്തപ്പോൾ തന്നെ അദ്ദേഹം ഇത് ചെയ്യാനായിട്ട് തയ്യാറായി വന്നു. അദ്ദേഹം ഇത് മുന്നേ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളിൽ നിന്ന് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഡയമെൻഷനിലുള്ള ഒരു കഥാപാത്രമാണ് ചെയ്തത്. അദ്ദേഹത്തിനും നന്ദി പറയുന്നു. പിന്നെ നമ്മുടെ സിനിമയുടെ ഒരു സ്വഭാവം പിന്നെ ഒരു ജോൺ റോക്ക് വെച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ റിവീൽ ചെയ്യുന്നതിന് പരിമിതികൾ ഉണ്ടായിരുന്നു. അപ്പൊ ആ പരിമിതിക്കുള്ളിൽ നിന്ന് പറ്റുന്ന പോലെ ചില കാര്യങ്ങൾ നമ്മൾ ഈ പറഞ്ഞ ട്രെയിലർ ടീസറിലും അതുപോലെ മറ്റു വീഡിയോ പോസ്റ്റേഴ്സിലും കൂടെ ഒക്കെ നമ്മൾ പറയാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നാണ് വിശ്വാസം. അപ്പോ നിങ്ങൾക്ക് ഒരു ഏകദേശ ധാരണ സിനിമയെ പറ്റി കിട്ടിയിട്ടുണ്ടായിരിക്കും. കളം കാവൽ എന്ന് പറഞ്ഞ ഒരു കളത്തിന് കാവൽ നിൽക്കുക എന്നുള്ളതാണ് അതിന്റെ വേർഡ് മീനിങ്. അതിനപ്പുറത്ത് ഭദ്രകാളി ദേവി ദാരികൻ എന്ന് പറഞ്ഞ അസുരനെ അന്വേഷിച്ച് പോയ ഒരു പുരാണത്തിലെ ഒരു ഇൻസിഡന്റിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ഒരു റിച്വലാണ്. അപ്പം അത് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഒരു സ്പിരിച്വലി ഒരു സംഭവം നമ്മുടെ വളവുമായിട്ട് കണക്റ്റഡ് ആണ്. അങ്ങനെയാണ് ഈ ഒരു ടൈറ്റിൽ ചൂസ് ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് ഒരു കൈൻഡ് ഓഫ് പുതിയൊരു എക്സ്പീരിയൻസ് തിയേറ്ററിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും എന്നൊരു ആത്മവിശ്വാസം ഉണ്ട്. അപ്പൊ എല്ലാവരും തുടർന്നും പിന്തുണകൾ നൽകുകയും സിനിമ പോയി കണ്ട് പറ്റുന്ന പോലെ പിന്തുണകൾ നൽകുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ജിഷ്ണു ശ്രീകുമാറാണ് ഒരു ടൈറ്റിൽ നമുക്ക് തന്നത്. വേദിയിലേക്ക് എന്റെ കൂടെ കോളേജിൽ ഒരുമിച്ച് പഠിച്ചാണ് ജിഷ്ണു. നമ്മൾ ഒരുമിച്ചാണ് എഴുതിയത്. ഫീലിംഗ് ശരിക്കും മമ്മൂക്കയുടെ മലയാള സിനിമയിലെ അധികാരമായ ആൾക്കാരുടെ ഫ്രണ്ടിലേക്ക് പോയി ടെൻഷനാണ്. സംസാരിക്കാൻ വാക്കുകൾ കിട്ടുന്നില്ല. മമ്മൂക്കയെ വെച്ച് ഒരു പടം ചെയ്യുക എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരു സ്വപ്നമായിരുന്നു. ആ സ്വപ്നം സാധിച്ചു. അദ്ദേഹം തന്നെ അത് പ്രൊഡ്യൂസ് ചെയ്തു. മമ്മൂട്ടി കമ്പനിയുടെ കൂടെ വിനായകൻ ചേട്ടൻ അതിലൊരു നല്ല റോള് തന്നെ ചെയ്യുകയും ചെയ്തു. ഒപ്പം കളങ്കാവൽ എന്ന വാക്ക് കിട്ടുന്നതിനെ പറ്റി ജിതൻ പറഞ്ഞു. അപ്പൊ ഇത് തെക്കൻ തിരുവിതാംകൂറിലെ ഒരു റിച്വലാണ്. അത് തിരുവനന്തപുരം സൈഡിലുള്ളവർക്ക് കൃത്യമായി അത് മനസ്സിലാവും. ആചാരവുമായി ബന്ധപ്പെട്ട് അത് ഡയറക്ട്ലി അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി നമ്മുടെ പടവുമായി ബന്ധമുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ആ ഒരു വാർത്ത ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. ഡിസംബർ 5-ന് പടം റിലീസാവുകയാണ്. ഒരുപാട് നാളത്തെ ഒരു ട്രാവൽ ഉണ്ടായിരുന്നു ഈ പടത്തില്. അതിന് എൻ്റെ കൂടെ നിന്ന ഒരു ഫാമിലിക്ക്, പ്രത്യേകിച്ച് എൻ്റെ വൈഫും അമ്മയും അച്ഛനും പിന്നെ സ്വപ്നം ഒരുമിച്ച് നമ്മൾ കണ്ടതാണ് ബിടെക് തൊട്ട്. അപ്പൊ അന്ന് തൊട്ട് സിനിമയാണ് നമ്മുടെ മനസ്സിൽ. അപ്പൊ അതിപ്പം സാധിച്ചിരിക്കുകയാണ്. പിന്നെ ജോഷി സാറിന്റെയും സി പി മലയാള സാറിന്റെയും സിനിമ കണ്ടാണ് നമ്മൾ വളർന്നത്. അവരുടെ ഫ്രണ്ടിൽ നമുക്ക് ഇങ്ങനെ വന്ന് സംസാരിക്കാൻ പറ്റുന്നത് തന്നെ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. ഒപ്പം
ഈ സിനിമ സംഭവിക്കാൻ കൂടെ നിന്ന നമ്മുടെ DOP, ചീഫ് അസോസിയേറ്റ് എഡിറ്റർ മുജീബ്, അപ്പം മ്യൂസിക് ഡയറക്ടർ, ഇവരെല്ലാവരും ഞാൻ ഓർക്കുന്നു. ഒപ്പം ഒരു വണ്ടർഫുൾ ആർട്ടിസ്റ്റ്, എല്ലാവരും പേരെടുത്ത് ഞാൻ പറയുന്നില്ല. എല്ലാവർക്കും എന്തായാലും ഇവിടെ എത്തിച്ചേർന്നതിന് നന്ദി പറയുന്നു. താങ്ക് യു. Very talented singer Srirag. Srirag, where are you? Yes, it is there. Srirag കനകാവൽ സിനിമയിൽ 3 പാട്ടുകളോടും പാടിയിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി സ്പോട്ടിഫൈയിൽ കേട്ട് റിപ്പീറ്റഡ്ലി ലൂപ്പിൽ കേട്ടുകൊണ്ടിരിക്കുന്ന പാട്ടുകളാണ്. അപ്പോൾ ഐ തിങ്ക് ശ്രീരാഗ് ഇപ്പോൾ ആ പാട്ടായിരിക്കും നമുക്ക് എല്ലാവർക്കും പാടിത്തരാനായിട്ട് പോകുന്നത് അല്ലേ? ഓൾറെഡി ശ്രീരാഗിന്റെ വോയിസിന് ഒരു വലിയ ഫാൻ ബേസ് തന്നെയുണ്ട്. അപ്പൊ ഇനി ഇതൊന്ന് ഡബിൾ ട്രിപ്പിൾ 10 ടൈംസ് ഒക്കെ വർദ്ധിക്കാനായിട്ട് പോവാണല്ലേ? ആയിരിക്കും. അതെ. ഹൗ ആർ യു ഫീലിംഗ്? ഒരുപാട് സന്തോഷം. ആദ്യം ഭയങ്കര എന്താ പറയില്ല, ഭയങ്കര പേടി. നമുക്ക് കുറെ സന്തോഷം. ഒട്ടും പ്രതീക്ഷയല്ല. ഇങ്ങനെ മുജിബുക്ക വിളിച്ചു, വിനായക് ചേട്ടനാണ് സജസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞു, പാടി. പിന്നെ വരും വരാതിരിക്കും, നമുക്ക് അറിയാലോ. അപ്പം പെട്ടെന്ന് വന്നു. അപ്പം അതിൻ്റെ ഒരു സന്തോഷം, ഇതിന് കാരണമായിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് നന്ദി, സന്തോഷം. നമുക്ക് മമ്മൂട്ടി കമ്പനി, മുജിബുക്ക, വിനായക് ചേട്ടൻ, എല്ലാവർക്കും, ഡയറക്ടർ ജിതിൻ ചേട്ടൻ, എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. So ladies and gentlemen, it is time to appreciate and welcome the music director, Sri Mujib Majid. Congratulations ആദ്യമേ പറയട്ടെ, എക്കോ മൂവി സക്സസ്ഫുള്ളി റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. And also yet another film, maybe ഗോൾഡൻ ഫെദർ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന ഒരു പ്രോജക്റ്റിലേക്ക് തന്നെയാണ് എത്തിയിരിക്കുന്നത്. ഓൾറെഡി ഒരു പാട്ട് കേട്ട് അതിന്റെ ഒരു ഇമ്പാക്റ്റിൽ തന്നെയാണ് സ്റ്റേജിലേക്ക് എത്തിയിരിക്കുന്നത്. സോ ഐ ക്യാൻ ഇമാജിൻ യുവർ ഇമോഷൻസ് റണ്ണിങ് ഇൻ ദ മൈൻഡ്. സോ ഒരു പാട്ട് ലൈവായിട്ട് കേട്ട് ഇപ്പോൾ സ്റ്റേജിൽ വന്നപ്പോൾ എങ്ങനെയുണ്ട്? ഭയങ്കര സന്തോഷമാണ്. താങ്ക് യു. ഒരു ഡ്രീം കം ട്രൂ എന്ന് പറയാം. കരിയറിൽ ഭയങ്കര പെട്ടെന്ന് തന്നെ നമുക്കാണ് ഒരു പടം ചെയ്യാൻ പറ്റിയതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ടീം. ഭയങ്കര ഹാപ്പിയാണ്. എൻ്റെ ടീം ഇവിടെ ഉണ്ട്, അവരുടെ ഒരു എഫേർട്ട് കൂടെ ഈ പടത്തിൽ ഭയങ്കരമായിട്ടുണ്ട്. ശ്രീരാഗ്, സിന്ധു ചേച്ചി, ഹരിത, വിനായക്, ഇവരുടെയൊക്കെ സപ്പോർട്ട് ഭയങ്കര അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അഞ്ജിത്തിൻ ഫോർ ദ ഭയങ്കര ക്ഷമ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഒക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. And I have a question to you that ഒരുപാട് പാട്ടുകളുണ്ട്, നമ്മളെല്ലാം ഒന്നിനൊന്നും ഇങ്ങനെ ഈക്വലി എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാട്ട് ഇസ് യുവർ ഫേവറേറ്റ് ട്രാക്ക്? ഇഫ് യു ക്യാൻ ആൻസർ ദാറ്റ്. എന്നുള്ള ട്രാക്കാണ് എൻ്റെ ഫേവറേറ്റ്. യെസ്, ഐ തിങ്ക് നമ്മൾ ഇന്ന് അതും കേൾക്കാനായിട്ടുള്ള ഭാഗ്യം നമുക്കുണ്ട്. അതിന് കൂടെ എടുത്തു പറയേണ്ട കാര്യം, നമ്മുടെ ഇവന്റ് സ്റ്റാർട്ട് ചെയ്തൊരു ഗംഭീര എൻട്രി റെഡ് ബാക്ക് എന്ന സോങ് കേട്ടിട്ടാണ്. ആ പാട്ട് പാടിയിരിക്കുന്നത് ആരാണെന്ന് അറിയോ? മറ്റാരുമല്ല, നമ്മുടെ മമ്മൂക്കയുടെ മകളുടെ മകനാണ് ആ പാട്ട് പാടിയിരിക്കുന്നത്, അദിയാൻ സയീദ്. യെസ്, അത് മ്യൂസിക് ചെയ്യുന്നത് ജിതിനാണ്. ലിറിക്സും മ്യൂസിക്കും ചെയ്തേക്കുന്നത് ജിതിൻ തന്നെയാണ്. All right, that's very interesting. Okay, ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നത് ശ്രീ വിനായക് ശശികുമാർ and ഹരിത ഹരിബാബു. എല്ലാവർക്കും നമസ്കാരം. മമ്മൂക്കയുടെ സിനിമ ചെയ്യാന്നുള്ളത് സിനിമയിലേക്ക് വരുമ്പോൾ തന്നെയുള്ള വലിയൊരു ആഗ്രഹമാണ്. ഇപ്പോൾ ഒരു ഭാഗ്യം കൊണ്ട് ഒരു 8 സിനിമകളിൽ ഇപ്പോൾ മമ്മൂക്കയുടെ ഭാഗമാകാൻ കഴിഞ്ഞു, മമ്മൂട്ടി കമ്പനിയുടെയും. അപ്പോൾ ഈ സിനിമയിൽ ഞങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം കുറച്ച് വ്യത്യസ്തമായിരുന്നു. നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ ഒരു 4-5 തമിഴ് പാട്ടുകൾ എഴുതുക എന്നുള്ളതായിരുന്നു ഈ സിനിമയിലെ കർത്തവ്യം. അപ്പോൾ അത് ഞങ്ങൾ തരക്കേടില്ലാതെ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഇതുവരെ ഈ സിനിമയിൽ നിന്ന് റിലീസ് ആയിരിക്കുന്ന കോണ്ടന്റിൽ ഒന്ന് നേരത്തെ നമ്മൾ കണ്ട ട്രെയിലറും പിന്നീട് പാട്ടുകളുമാണ്. പാട്ടുകളെല്ലാം റിലീസ് ആയിട്ടുണ്ട്. നിലാക്കായും അതിലൊരു വീഡിയോ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുവരെയുള്ള അഭിപ്രായങ്ങളെല്ലാം വളരെ പോസിറ്റീവാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം. സിനിമ കാണാൻ വേണ്ടി ഞാനും വെയിറ്റ് ചെയ്തു. ഹരിതയ്ക്കോട്, ഹരിത ഇതിനകത്ത് മന്നനെ എന്ന് പറഞ്ഞ ട്രാക്ക് ചെയ്തിരിക്കുന്ന ഹരിതയാണ്. താങ്ക് യു ഓൾ. മമ്മൂക്കനെ നേരിട്ട് കാണുന്നത് സ്വന്തം വർക്കിലൂടെ ആയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ മുജീബ് എന്നെ വിളിച്ചിട്ട് പാട്ടിന്റെ കാര്യം പറയുമ്പോൾ ഞാൻ തമിഴ് പാട്ട് എഴുതോ ഹരിതാന്ന് ചോദിച്ചു. ഞാൻ എഴുതോ എന്തോ മുജീബിന്റെ 3ാമത്തെ വർക്കാണ് ഇപ്പൊ ഞാൻ ചെയ്യുന്നത്. അപ്പം അതില് തമിഴാണെന്ന് നമുക്ക് അറിയില്ലായിരുന്നു ചെയ്യുന്ന സമയത്ത്. ആദ്യം കളങ്കാവൽ മൂവിയിൽ ഒരു സോങ് ഉണ്ട്, തമിഴാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഓക്കെ ട്രൈ ചെയ്യാമെന്നുള്ള രീതിയിലാണ്. മമ്മൂക്കയുടെ കാര്യം പിന്നെ ഞാൻ അറിയുമ്പോഴാണ് ഇത് അയ്യോ വലിയൊരു മൂവിയാണ്, ഇതിൽ എങ്ങനെ നമ്മൾ എഴുതുക അങ്ങനെയൊന്നും എനിക്കറിയില്ല. പിന്നെ എത്ര സോങ്സിന്റെ ഒന്നും അറിയില്ല. അപ്പൊ പറഞ്ഞു ഒരു തമിഴ് സോങ് ഉണ്ട്, അത് എഴുതുമെന്ന് പറഞ്ഞു. അങ്ങനെ എഴുതിയതാണ്. അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞതിൽ മമ്മൂക്കയുടെ ഫോട്ടോ വെച്ചിട്ട് ആ പാട്ട് കേൾക്കുമ്പോൾ എനിക്കുണ്ടാവുന്ന സന്തോഷം ഭയങ്കര വലുതാണ്. വിനായകാണ് ബാക്കി 4 പാട്ട് 5 പാട്ട് എഴുതിയേക്കുന്നത്.
പക്ഷെ അതിൽ മമ്മൂക്കയുടെ ഫേസ് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമുണ്ട്. വീട്ടുകാരൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ എന്തായാലും താങ്ക്സ് ടു മുജീബ് മജീദ്, താങ്ക് യു ജിതിൻ, മമ്മൂട്ടി കമ്പനി, എല്ലാവർക്കും താങ്ക് യു. ഞങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം നിങ്ങളിലൂടെ ഇത്രയും പേര് കേൾക്കുന്നു എന്നറിഞ്ഞതിൽ ഭയങ്കര സന്തോഷമുണ്ട്. എൻ്റെ ടീം പ്രോഗ്രാമേഴ്സ് അവിടെ ഉണ്ട്. ഗിച്ചു, അലൻ, ഗൗതം, നെവിൻ. Come on everyone. മുജീബ് സർ സംസാരിച്ചു തുടങ്ങിയ തന്നെ ടീം മെമ്പേഴ്സിനെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടാണ്, ഒരു ടീം വർക്ക് എടുത്ത് പറഞ്ഞിട്ടാണ്. അപ്പോൾ അതിന്റെ പിറകിലുള്ള ആളുകളാണത് ഇപ്പോൾ വേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. നല്ല കൈഡി തന്നെ നൽകി തന്നെ അവരെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. Everyone, this is the team for the thrilling music that we are hearing from Kalangaval. എല്ലാവരും വിറയ്ക്കുന്നുണ്ട് തോന്നണല്ലേ? ചെറുതായിട്ടല്ല വലുതായിട്ട് തന്നെ വിറയ്ക്കുന്നുണ്ട്. യെസ്, താങ്ക്സ് എ ലോട്ട്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ തന്നെ നന്ദി അറിയിക്കുകയാണ്. ആൻഡ് വി ആർ ഈഗർലി വെയിറ്റിംഗ് ടു സീ യുവർ ഹാർഡ് വർക്ക് ഇൻ ദ ഫിലിം കളങ്കാവൽ. താങ്ക് യു, താങ്ക്സ് എ ലോട്ട്. താങ്ക് യു സോ മച്ച്. ഈ കളങ്കാവൽ എന്ന് പറയുന്ന പേര് റിവീൽഡായപ്പോൾ തൊട്ടുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. പിന്നീട് ഓരോ ഘട്ടങ്ങളിലും അതിൻ്റെ ഓരോന്നായിട്ട് റിവീൽ ചെയ്ത് വരുമ്പോൾ നമ്മളിങ്ങനെ ആ ക്യൂരിയോസിറ്റി ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിവിടെ വന്നപ്പോഴും ഇത്രയും ഹീറോയിൻസിനെ ഒന്നിച്ച് കാണുക, ഇവിടെ റിവീൽഡാകുന്ന ഓരോ ട്രെയിലറും ടീസറും എല്ലാം ഈ മമ്മൂട്ടി കമ്പനിയുടെ ഇതിനു മുമ്പത്തെ 6 പടങ്ങളുടെയും ആ ഒരു വിഷ്വൽസ് കണ്ടപ്പോൾ തന്നെ എന്താണ് നമ്മളെ അമ്പരപ്പിക്കുന്ന സിനിമകൾ, കഥാപാത്രങ്ങളെല്ലാം അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 45 വർഷമായിട്ട് നമ്മളെ ഇങ്ങനെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിലൊരു കോമ്പിനേഷനിൽ വിനായകൻ കൂടി വരുമ്പോൾ അത് നമുക്കൊരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ്. അതെന്താണെന്നുള്ള ക്യൂരിയോസിറ്റി വീണ്ടും അത് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. വി ആർ ഓൾ വെയിറ്റിംഗ് ടു വാച്ച് ദിസ് മൂവി. ഇത് നമ്മളുടെ പ്രതീക്ഷകൾക്കും അപ്പുറത്തേക്ക് നമ്മളെ സാറ്റിസ്ഫൈ ചെയ്തൊരു സിനിമയായി മാറും എന്ന് വിശ്വാസമുണ്ട്. ഓൾ ദ ബെസ്റ്റ് ടീം കളങ്കാവൽ. എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷമുള്ള ഒരു ഈവനിങ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, 45 വർഷമായിട്ട് അടുത്ത സുഹൃത്താണ് ശ്രീ മമ്മൂട്ടി. എൻ്റെ എല്ലാ കാര്യങ്ങളും പേഴ്സണലായാലും കുടുംബപരമായാലും ഞാൻ നിങ്ങൾ സംസാരിക്കാറുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൽ ഈ ചടങ്ങ് വരുമ്പോൾ ഒരു സന്തോഷമുണ്ട്. പിന്നെ മാത്രമല്ല, എനിക്ക് കിട്ടിയ പൈസയിൽ കുറച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട്. എല്ലാ പടങ്ങളും കണ്ടു. മമ്മൂട്ടി കമ്പനി മുമ്പിച്ച പടങ്ങളെല്ലാം ഫസ്റ്റ് ഡേയോ സെക്കൻഡ് ഡേയോ അല്ലെങ്കിൽ ഞായറാഴ്ചക്ക് മുമ്പ് കണ്ടെങ്കിൽ ഞാൻ രാത്രി വിളിച്ച് അഭിപ്രായം പറയാം. അപ്പോൾ എന്ത് വന്നാലും ഇതൊരു നല്ല സിനിമയായിരിക്കും എന്നുള്ളതിന് എനിക്ക് ഭയങ്കര വിശ്വാസമുണ്ട്. കാരണം ഒരു പ്രാവശ്യം ഏതോ ഒരു പാട്ട് കേട്ടിട്ട്, സിനിമയുടെ പേര് ഓർമ്മയില്ല, നമ്മൾ ഇത് എന്തോന്ന് മോശമായിരിക്കുന്ന പാട്ട്, ഒട്ടും ശരിയായില്ല എന്നൊക്കെ മറുപടി. എടാ, നീ ഇപ്പോഴും ആ 75-80 വയലാറിന്റെ മാസ്റ്റർ പാട്ടി കിടക്കുകയാണ്. ഈ പുതിയ പിള്ളേർ പുതിയ തല പുതിയ ഐറ്റം തുടങ്ങുമ്പോൾ അവരെ കൂടെ നിൽക്കണോടാ, അവരെ കണ്ട് പഠിയടാ എന്ന് എന്നെ വഴക്കും. അപ്പോൾ അതോടെ ഞാൻ പരിപാടി നിർത്തി. ഇന്ന് ഈ സ്റ്റേജിൽ വന്നിട്ട് ഇതിൽ പങ്കെടുത്ത മ്യൂസിക്കിൻ്റെ ആൾക്കാരെല്ലാം ആ തുടിക്കുന്ന യൗവനം, ആ യൂത്തിൻ്റെ. അപ്പം ഞാൻ അടുത്തിരുന്ന് പറയുകയും ചെയ്തു, കണ്ടാലറിയാം എല്ലാം വലിയ തലകൾ തന്നെ ഇവരെയൊക്കെ കണ്ടുപിടിച്ച് ഇറക്കിയില്ലേ പുതിയ മോഡലുകളൊക്കെ. എന്തായാലും വളരെ സന്തോഷം. ഈ സിനിമയെക്കുറിച്ച് വളരെ, എനിക്ക് മാത്രമല്ല ഓൺലൈനിലൊക്കെ കാണുന്നവർക്കൊക്കെ ഭയങ്കര പ്രതീക്ഷ. അപ്പോൾ ആ പ്രതീക്ഷ 100% ഉണ്ടായിരിക്കും. അല്ല, പണ്ടൊരു സംഭവം പറയും, എന്തെങ്കിലും കാണാതെ പട്ടറി വെള്ളത്തിൽ ചാടില്ല എന്ന് പറയുന്നത്. ഇതിനകത്ത് എന്തോ സംഭവമുണ്ട്, എന്തോ ഒരു ഐറ്റം ഒളിഞ്ഞിരിപ്പുണ്ട്, അത് ഇവരെ ആരും പറയുന്നില്ല. അത് നമ്മൾ എന്തായാലും 4-ാം തിയേറ്ററിൽ കണ്ട് മനസ്സിലാക്കും. അപ്പോൾ ഈ പടത്തിന് എല്ലാ വിജയങ്ങളും ആശംസിക്കുകയാണ്. ഇതൊരു അതിഗംഭീര ഹിറ്റാവട്ടെ. ഇങ്ങനെയുള്ള പ്രമേയങ്ങളും പടങ്ങളും ഒക്കെ എല്ലാവരും സ്വീകരിക്കും. അപ്പോൾ വലിയ സന്തോഷമാണ്. വിനായകൻ അദ്ദേഹത്തെ എൻ്റെ ചോട്ടാ മുംബൈയിൽ എനിക്ക് നന്മ റഷീദ് സംസാരിക്കണം വേണ്ടല്ലേ. അപ്പം അന്ന് തൊട്ടുള്ള പരിചയമാണ്. അദ്ദേഹത്തിൻ്റെ പടങ്ങൾ കാണാറുണ്ട്. നല്ല ആക്ടറാണ്. എല്ലാ ആശംസകളും നേരിടും. താങ്ക് യു. പ്രിയമുള്ളവർ, ഞാൻ പറയാനെന്ന് വെച്ച കാര്യങ്ങളെല്ലാം മിസ്റ്റർ മണിയമ്പലരാജ് പറഞ്ഞു കഴിഞ്ഞു. എന്തായാലും ഞാനും ഈ പടത്തിൻ്റെ ഒരു ഭാഗമായി നിൽക്കുന്നത് അതെൻ്റെ ദൈവഭാഗ്യം എന്ന് വേണം പറയാൻ. ഒരു നല്ല പടത്തിൽ അഭിനയിക്കുക ഇടവേളയ്ക്ക് ശേഷം കിട്ടിയ ഒരു ചാൻസാണ്. ഞാനും ഓർമ്മ കാണിച്ചിട്ടുണ്ട്. ഇത് വളരെ വിജയകരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ വാക്കുവച്ചിരിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ടവർ, മലയാള സിനിമയിലെ പുതിയ തലമുറ, അത് എത്രയുണ്ട്,
ശരിയാണെന്ന് പറയുമെന്ന് എനിക്കറിയില്ല. എന്നാലും പുതിയ ചലച്ചിത്ര ഭാഷ അന്വേഷിക്കുന്ന ഒരു തലമുറ ഇവിടെ രൂപപ്പെട്ടു കഴിഞ്ഞിട്ട് വർഷങ്ങളായി. അവർ ദൃശ്യഭാഷയിൽ വിസ്മയങ്ങൾ തീർത്ത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നു. അതിൽ ഏറിയ ചിത്രങ്ങളും ആ ഗണത്തിലേക്ക് ഒരു പുതിയ സിനിമ കൂടെ വരുന്നു. ഒരു പുതിയ സംവിധായകൻ, പുതിയ എഴുത്തുകാരൻ. എല്ലാവർക്കും വിജയാശംസകൾ. ഒപ്പം ഏത് ചലച്ചിത്ര ഭാഷ സ്വന്തമാക്കിയെന്ന് ഒരാൾ ധരിക്കുമ്പോഴും പണം മുടക്കാൻ ഒരു ബാനർ, ഒരു പ്രൊഡക്ഷൻ ഹൗസ് കൂടെ ഉണ്ടായാൽ മാത്രമേ യാത്ര ലക്ഷ്യം കാണുകയും അവിടെ ഈ സിനിമയുടെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നതിൽ നമുക്ക് വിശ്വാസം നൽകുന്ന ഒന്ന് അതിന്റെ പിന്നിൽ മമ്മൂട്ടി കമ്പനിയാണെന്നുള്ളത്. നമ്മൾ ഈ കണ്ട സിനിമകളിലൂടെ ഈ പ്രദർശിപ്പിച്ച മുൻകാല സിനിമകളിൽ ഓരോന്നിലും മലയാളി ഓരോ രീതിയിൽ അതിനെ ഹൃദയത്തോട് ചേർത്ത് സ്വീകരിച്ചതാണ്. ഇതിനും ആ ഗണത്തിൽപ്പെടട്ടെ. ഈ കമ്പനി ഇവിടെ നിലനിൽക്കുക തന്നെ വേണം. കൂടുതൽ അർത്ഥവത്തായ സിനിമകൾക്ക് പിറവിക്ക് കാരണമായി മമ്മൂക്കയുടെ കമ്പനി ഉണ്ടാവട്ടെ. നന്ദി. അറോമ വന്നിട്ട് പറഞ്ഞത് പെട്ട് വിളിക്കുന്നു വിചാരിച്ചല്ല. അതാ പറഞ്ഞത്. എല്ലാവർക്കും നമസ്കാരം. ഇപ്പൊ എല്ലാവരും ഇതിനെക്കുറിച്ച് കളങ്കാവൽ എന്ന സിനിമയെക്കുറിച്ച് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അതൊക്കെ തന്നെയാണ് ഞങ്ങൾക്കും ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ സിനിമ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. അതിന്റെ ഓരോ പ്രോമോസും ഇതുപോലെ വളരെ ത്രില്ലിംഗ് ആയിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ ഒന്നും അങ്ങനെ ഇപ്പോൾ രാജേട്ടൻ പറഞ്ഞ പോലെ ഒന്നും അങ്ങോട്ട് പുറത്തു പറയുന്നില്ല. അപ്പൊ അതെന്താണെന്ന് അറിയാൻ എക്സൈറ്റഡ് ആണ്. 5-ാം തീയതി തിയേറ്ററിൽ വന്ന് കാണാൻ തന്നെ എക്സൈറ്റഡ് ആണ്. ഒപ്പം മമ്മൂക്ക ഇതുപോലത്തെ ഒരു റോൾ ഏറ്റെടുത്ത് ചെയ്യാൻ തീരുമാനിച്ചതും അത് മമ്മൂട്ടി കമ്പനി എന്ന പറയുന്ന കമ്പനി അത് പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചതും ഒക്കെ തന്നെ എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷനാണ്. എല്ലാവർക്കും അതൊരു ഭയങ്കര മോട്ടിവേഷൻ തന്നെയാണ് തീർച്ചയായിട്ടും. ഒപ്പം വിനായകൻ ചേട്ടൻ അദ്ദേഹം ഒരു വ്യത്യസ്തമായിട്ടുള്ള റോള് ഈ സിനിമയിൽ ചെയ്യുന്നു. അതിലും എക്സൈറ്റഡ് ആണ്. പിന്നെ പുതിയ ഒരു ഡയറക്ടർ കൂടി മലയാള സിനിമയ്ക്ക് വരുന്നു, ജിതിൻ, പുതിയൊരു റൈറ്റർ. ഒപ്പം മുജീബിൻ്റെ മ്യൂസിക്കും മറ്റൊരുപാട് നായകന്മാരും ഒരുപാട് നല്ല ക്രൂവും. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. ഒരുപാട് സന്തോഷം. കാരണം നമുക്ക് മികച്ച അഭിനേതാവാണ് അല്ലെങ്കിൽ മികച്ച ഇതാണ് എന്ന് പറയുന്നത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ മലയാളികൾ അംഗീകരിച്ച ഒരു കാര്യമാണ്. ഏറ്റവും നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് മികച്ച നിർമ്മാതാവാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. കാരണം നല്ല നല്ല സിനിമകൾ അത് തിരഞ്ഞെടുത്ത് ചെയ്യുക ഒരു മികച്ച നിർമ്മാതാവാണെന്ന് ആത്മാർത്ഥമായി പറയുന്നു. ഈ സിനിമയ്ക്ക് എല്ലാവിധ വിജയാശംസകളും നേരുന്നു. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഒരുപാടൊന്നും പറയുന്നില്ല. പ്രിയപ്പെട്ട മമ്മൂക്കയുടെ പടം, പ്രിയപ്പെട്ട വിനായകൻ ചേട്ടൻ്റെ പടം, ഒരു കൂട്ടം പുതിയ ചെറുപ്പക്കാരുടെ പടം, മമ്മൂട്ടി കമ്പനിയുടെ പടം, എല്ലാം കൊണ്ടും പ്രിയപ്പെട്ടതാകുന്നു കളങ്കാവൽ. അപ്പോൾ 5-ാം തീയതി ഒരു ഗംഭീര വിജയമാവട്ടെ ഈ ചിത്രം എന്ന് ആശംസിക്കുന്നു. All the best. Thank you. മമ്മൂട്ടി കമ്പനി വെറുതെ ഒരു ചിത്രം ഓക്കെ പറയില്ല. നമുക്ക് വീണ്ടും വീണ്ടും കണ്ട് അതിൽ നിന്ന് ഒരുപാട് ടേക്ക് അവേസ് ഉള്ള സിനിമകളും സ്ക്രിപ്റ്റും മാത്രമേ മമ്മൂട്ടി കമ്പനിയിലേക്ക് എടുക്കൂ എന്നുള്ളൊരു വിശ്വാസം നമ്മൾ ഇതുവരെ കണ്ട ചിത്രങ്ങളിൽ വെച്ചിട്ട് നമുക്ക് കിട്ടിയതാണ്. ഇതിലും അങ്ങനത്തെ ടേക്ക് അവേസും കൂടുതൽ കലാകാരന്മാർക്കും ഓഡിയൻസിനും ഉറപ്പായിട്ടുണ്ടാവും എന്നുള്ള വിശ്വാസമുണ്ട്. താങ്ക് യു മമ്മൂട്ടി കമ്പനി, ഈ കുടുംബത്തിലേക്ക് ഈ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചതിലും ഇതിന്റെ ഭാഗമാക്കിയതിലും. ഇതുപോലെ ഒരുപാട് ആളുകളും ഈ മമ്മൂട്ടി കമ്പനിയിലേക്ക് കുടുംബത്തിന്റെ ഭാഗമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. ആശംസകൾ. കളങ്കാവൽ ടീം. എല്ലാവർക്കും നമസ്കാരം. ഈ പടത്തില് ഒരു സീൻ ചെയ്യാനുള്ള ഭാഗ്യം കിട്ടി എനിക്ക്. യഥാർത്ഥത്തിൽ എന്താണ് കഥയെന്ന് എനിക്ക് അറിയത്തില്ല. 5-ാം തീയതി ഞാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ടീച്ചറും ട്രെയിലറും ഇതെല്ലാം കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞെട്ടിയിരിക്കുകയാണ്. കഥ അറിയാതെ 5-ാം തീയതി കണ്ട് ഈ പടം വൻ വിജയമാകട്ടെ എന്ന്. മാത്രമല്ല പ്രിയപ്പെട്ട കമ്പനി തന്നെയാണ് മമ്മൂട്ടി കമ്പനി. മമ്മൂക്ക, സാർ, മണിപ്പൂർ സാർ, വായിക്കുന്ന എല്ലാവർക്കും, സിബി സാർ, എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിന്റെ ഭാഷ നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. മമ്മൂക്കയെ സ്നേഹിക്കുന്ന
ആരാധിക്കുന്ന, മമ്മൂക്കി ഒരു വട്ടമെങ്കിലും നേരിട്ട് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് ആളുകളെ റിപ്രസെന്റ് ചെയ്താണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. ഒരു നല്ല മമ്മൂക്കിന്റെ സ്റ്റേജിൽ വെൽക്കം ചെയ്യും, മമ്മൂക്കിയുടെ അടുത്ത് സംസാരിക്കും എന്നുള്ളത് ഓൾറെഡി ഞാൻ എൻ്റെ മനസ്സിലൊരു 100 ആവർത്തി ജീവിച്ചു കഴിഞ്ഞ മൊമെന്റ് ആണ്. ഓരോ സെപ്റ്റംബർ 7-ാം തീയതിയും ഹാപ്പി ബർത്ത്ഡേ മമ്മൂക്ക എന്ന് എഴുതുന്നതിന്റെ കൂടെ ഞാൻ ആഗ്രഹിച്ചു വരുന്ന, വിഷ് ചെയ്ത് വരുന്ന, പോസ്റ്റ് ചെയ്ത് വരുന്ന ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് ഹഗ് മമ്മൂക്ക വൺ ഡേ എന്നുള്ളത്. മറ്റൊരു ആങ്കറിന്റെ വാക്കുകൾ അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ, എൻ്റെ നാട്ടില് ആരും മമ്മൂക്കനെ നേരിട്ട് കണ്ടിട്ടില്ല, എൻ്റെ വീട്ടിൽ ആരും മമ്മൂക്കനെ നേരിട്ട് കണ്ടിട്ടില്ല, എൻ്റെ ചുറ്റുമുള്ളതിൽ ആരും മമ്മൂക്കനെ നേരിട്ട് കണ്ടിട്ടില്ല. അത്രത്തോളം ആരാധിക്കുന്ന ഒരു മലയാളി പ്രേക്ഷക എന്ന രീതിയിൽ മമ്മൂക്കയുടെ അടുത്ത് ഒരേ ഒരു കാര്യം മാത്രമാണ് പറയാനുള്ളത്. താങ്ക് യു സോ മച്ച് മമ്മൂക്ക ഫോർ ബീങ് in Kerala, for paying in the Malayalam cinema. കേരളത്തില് ജനിച്ചതില്, മലയാളി ആയതില്, ഓരോ മലയാളിയുടെയും പേരില് ഞാൻ നന്ദി അറിയിക്കുകയാണ്. താങ്ക്സ് എ ലോട്ട് മമ്മൂക്ക. സോ മമ്മൂക്കയുടെ ഇതുവരെ നമ്മൾ കാണാത്ത പുതിയൊരു ഭാവം, ആ ഒരു പുതിയ മമ്മൂക്കയുടെ 2 കൈയും നീട്ടി സ്വീകരിക്കാനായിട്ട് മലയാളി പ്രേക്ഷകർ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. മമ്മൂക്ക മൈക്കിനാണ് നോക്കുന്നത് തോന്നുന്നു. ഇനി ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ ഈ മൈക്ക് മേടിച്ചില്ലെങ്കിലും ആലോചിച്ചു വരുന്നു. താങ്ക് യു ഫോർ ദി കൈൻഡ് വേർഡ്സ്. ഇത് മമ്മൂട്ടി കമ്പനിയുടെ 7ാമത്തെ സിനിമയാണ്. കുറെ കാലത്തിന് ശേഷം എന്തൊരു സിനിമ ഇറങ്ങിയാണ്. ഈ സിനിമയ്ക്ക് കുറച്ച് കാലതാമസം ഉണ്ടായിരുന്നു. കാരണം നമുക്കൊക്കെ അറിയാം. ഇത് ഞാൻ വളരെ ആഗ്രഹിച്ച് ചെയ്യുന്ന സിനിമകളാണ്. ഞങ്ങളുടെ എല്ലാ പ്രൊഡക്ഷനും. ഇനി ഒരുപാട് നല്ല സിനിമകൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ഇല്ലെന്നല്ല. ഓരോ സിനിമയും വളരെ സന്തോഷത്തോടെ പ്രേക്ഷകർ സ്വീകരിക്കുമ്പോൾ സമാധാനമുണ്ട്. നമുക്കിനിയും നല്ല സിനിമകൾ ചെയ്യാനും സാധിക്കും. അതിന് നമ്മുടെ പ്രേക്ഷകരുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവും എന്നുള്ളൊരു ആത്മവിശ്വാസം. ഈ സിനിമയും അങ്ങനെയാണ്. ഇതൊരു പരീക്ഷണ സിനിമ എന്നല്ല ഞാൻ പറയുന്നത്. പരീക്ഷണ സിനിമയെല്ലാം പരീക്ഷണങ്ങൾ തന്നെയാണ്. പരീക്ഷണങ്ങളില്ലാത്ത ഒരു സിനിമ ഇറങ്ങുന്നില്ല. 10 കോടിയുടെ ആയാലും ശരി, 100 കോടിയുടെ ആയാലും ശരി, എല്ലാം പരീക്ഷണങ്ങളാണ്. അത് വിജയിക്കുന്നത് വരെ അത് പരീക്ഷണമാണ്. വിജയത്തിന് ശേഷമേ അതൊരു വിജയമാകുന്നുള്ളൂ. ഈ സിനിമയും അങ്ങനെയാണ്. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമയല്ല പരീക്ഷണം. എൻ്റെ കഥാപാത്രമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പരീക്ഷണം. ഈ സിനിമയിൽ ഞാൻ ചെയ്യുന്ന കഥാപാത്രത്തെ ഒരുപക്ഷെ നിങ്ങൾക്ക് സ്നേഹിക്കാനോ ഇഷ്ടപ്പെടാനോ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ കഥാപാത്രം നിങ്ങൾക്ക് സിനിമ കണ്ടു പോകുമ്പോൾ തിയേറ്ററിൽ ഉപേക്ഷിച്ചിട്ട് പോകാൻ പറ്റും. ഈ സിനിമയിൽ എനിക്ക് ആദ്യം ഓഫർ ചെയ്ത റോള് പോലീസ് ഉദ്യോഗസ്ഥൻ്റെയാണ്. അതെന്നേക്കാൾ കുറച്ചുകൂടെ നന്നായി ചെയ്യാൻ വിനായകനാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹത്തെ സമീപിച്ചപ്പോൾ പുതുക്കാരൻ എന്നെ വിശ്വാസമായില്ല. ശരിക്കും ഞാൻ തന്നെയാണോ, നിങ്ങൾ വിനായകനാണോ ഉദ്ദേശിച്ചത്? അതെ, ഈ സിനിമയിലെ നായകൻ വിനായകനാണ്. നമ്മൾ അങ്ങനെ തന്നെയാണ് പോസ്റ്ററിൽ ഇട്ടിരിക്കുന്നത്. ഈ പോസ്റ്റർ കണ്ടില്ല. വിനായകനാണ് നമ്മുടെ സിനിമയിലെ നായകൻ. ഞാൻ നായകനാണ്, പക്ഷെ പ്രതിനായകൻ. ഇത്രയും കാലം എൻ്റെ എല്ലാ സിനിമാ കസർത്തുകളും സ്വീകരിച്ച് ഈ പ്രേക്ഷകരെ വിശ്വസിച്ച് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു കഥാപാത്രം ഏറ്റെടുക്കാൻ ധൈര്യപ്പെട്ടത്. എൻ്റെ ആത്മവിശ്വാസത്തിന് നിങ്ങൾ കൂട്ടുനിൽക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം കഴിഞ്ഞ 45 വർഷമായി നിങ്ങളെ വിശ്വസിച്ച് മാത്രമാണ്, അല്ലെങ്കിൽ നിങ്ങളെ രസിപ്പിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ നിലനിൽക്കുന്നത്. ഇനി അങ്ങോട്ട് അതിനുള്ള അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ സദസ്സിൽ ഒത്തിരി സുഹൃത്തുക്കളുണ്ട്. എൻ്റെ ഞാൻ സിനിമ തുടങ്ങിയ കാലത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന നിർമ്മാതാക്കളും സംവിധായകരും ഒക്കെ. ജോഷിയും ജൂബിലി ജോയും ഒക്കെ ഇതിനകത്തൊരു വലിയ, ഇന്നത്തെ ഈ ദിവസത്തിൽ എനിക്ക് വളരെ സന്തോഷകരമായിരുന്ന അവരുടെ സാന്നിധ്യം. കുഞ്ചൻ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. രാജു, സിബി, സിയാദ്, ഇങ്ങനെ എല്ലാവരും, അമൽ നീരദും അൻവർ റഷീദും
രഞ്ജിത്ത് പോയത്. ഓക്കെ, എൻ്റെ കൺവെട്ടത്ത് വന്നവരാണ്, ഞാൻ കണ്ടുപിടിച്ചതല്ല, അവരെൻ്റെ മുമ്പിൽ വന്നതാണ്. ഞാൻ കണ്ടുപിടിച്ചെന്ന് പറയാൻ മാത്രം ഞാൻ മറ്റേ കൊളംബസ് ഒന്നുമല്ല ഇവരെ കണ്ടുപിടിക്കുക, ഇവരിവിടെ തന്നെ ഉണ്ടായിരുന്നതാണ്. അങ്ങനെ ഒത്തിരി ആളുകൾ സിനിമയിൽ എൻ്റെ ഒരുപാട് എനിക്ക് ബന്ധപ്പെടാൻ, ചുരുങ്ങിയ സമയത്ത് ബന്ധപ്പെടാൻ സാധിച്ച എല്ലാ സുഹൃത്തുക്കളും എത്തിച്ചേർന്നിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ സിനിമയിൽ എൻ്റെ കൂടെ സഹായിച്ചു. ഇതിനകത്ത് പുരുഷ കഥാപാത്രങ്ങൾ കുറവാണ്. ഞാനും വിനായകനും ചേർത്താൽ ജീവൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഉള്ളത് കുഞ്ഞു റോളിന്, പിന്നെ വേറെ ചെറിയ ചെറിയ റോളിൽ ആൾക്കാരുണ്ട്. കണ്ടാലറിയുന്ന മുഖം അസീസിൻ്റെ മാത്രമാണ്. കുഞ്ചനുണ്ട്. അങ്ങനെ വളരെ ചുരുങ്ങിയ പുരുഷ കഥാപാത്രങ്ങളും ബാക്കി മുഴുവൻ സ്ത്രീ കഥാപാത്രം. ഇത്രയും സ്ത്രീകൾ ഒരുമിച്ച് അഭിനയിച്ചൊരു സിനിമ ഉണ്ടാവില്ല എന്നല്ല, സ്ത്രീ കഥാപാത്രങ്ങൾക്ക് പ്രാധാന്യമില്ലെന്ന് പറഞ്ഞവർ നമ്മൾ സ്ത്രീകൾ മാത്രമുള്ള സിനിമ എടുത്താണ്. പക്ഷെ അവരെല്ലാവരും ഈ സിനിമയോട് സഹകരിച്ചു. സ്റ്റേജിൽ വന്നോ എന്ത് പറയണമെന്നൊരു ധാരണയിലാണ്. എനിക്ക് തോന്നുന്നു ജിബിൻ്റെ എല്ലാ ക്യാരക്ടേഴ്സും ഓരോ സിനിമയിലും നമ്മൾ അത്രത്തോളം നോട്ട് ചെയ്യുന്നതാണ്. സിനിമ കഴിയുമ്പോൾ നമ്മൾ എടുത്തു പറയുന്ന പെർഫോമൻസ് തന്നെയാണ്. അപ്പോൾ കളങ്കാവലിലെ പെർഫോമൻസ് നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ്. ഇപ്പോൾ പറയാൻ എന്തെങ്കിലും മനസ്സിൽ വന്നോ? കണ്ണൂർ സ്ക്വാഡ് എന്ന് പറയുന്ന സിനിമയിലെ ഒരു സീൻ സാറിനോടൊപ്പം ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ സത്യത്തിൽ അന്ന് സാറിന് ചുറ്റും അസീസിക്ക, റോണി, ശബരീഷ് ഇവരൊക്കെ ഇരുന്ന് ഫുൾ ഒരു വേഷമൊക്കെ ചെയ്യണം. സത്യത്തിൽ അന്ന് ഭയങ്കരമായിട്ട് ഞാൻ കൊതിച്ചു. ഭയങ്കര ഒരു ഇതായിരുന്നു എനിക്ക്. എന്തെങ്കിലും ഒരു ദിവസം സാറിനോട് ഒരു എന്താ ഒരു സിനിമയിൽ നിറഞ്ഞു നിൽക്കാൻ പറ്റുന്ന ഒരു വേഷം ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. എന്നിട്ട് എൻ്റെ കൂടെയല്ല നിറഞ്ഞു നിന്നത് വിനായകൻ്റെ കൂടെ. എന്തായാലും ഇപ്പൊ സംഭവിച്ചു. നൈസീറെ കണ്ടോ ആരെങ്കിലും? പൊടിച്ചിട്ടില്ലേ? ഇനി ഇതിക്കൂടെ എന്ത് വേണം? പൊടിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ചില ഫലങ്ങൾ, പഴങ്ങളൊക്കെ നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മുടെ മുമ്പിൽ വന്ന് വീഴുന്നതാണ്. അതുപോലെ ഒരാളെയാണ് ഞാനൊരു പരസ്യചിത്രത്തിൽ അയാളെ കണ്ടു. ഫോൺ പേ ദുൽഖറും സമന്തിയും ചേർന്നിട്ടൊരു ഫോൺ പേയുടെ ഒരു ആഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ആദ്യമായിട്ട് നമ്മുടെ ഹനീഫ് അദേരി എന്ന് പറയുന്ന ഡയറക്ടറുണ്ട്, അദ്ദേഹമാണ് പറഞ്ഞത് സാറിന് അയച്ചു കൊടുത്തു എന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ല, ഞാൻ നമ്പർ തരാൻ അയച്ചു കൊടുക്കുന്നു പറഞ്ഞു. ഞാൻ ആദ്യമായിട്ട് അയച്ചു. അപ്പോൾ എനിക്ക് അങ്ങനെ പരിചയപ്പെടുത്തി ഒരു വലിയ എസ് ഒക്കെ എഴുതിയിട്ടാണ് സത്യത്തിന് അയച്ചത്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു സംഭവിച്ചു. അപ്പോൾ അതിനുശേഷം ഇടയ്ക്കിടയ്ക്ക് സാർ ഹാപ്പി ബർത്ത്ഡേ ഇങ്ങനെ അങ്ങനെ അവസാനം അങ്ങനെ സംഭവിച്ചു. പിന്നെ അസീസിനെ പറ്റിയൊന്നും പറയാനില്ല. അസീസ് ഇപ്പോൾ വലിയ തിരക്കുള്ള നടനാണ്. പക്ഷേ ഈ അദ്ദേഹത്തിൻ്റെ എല്ലാ തിരക്കുകളും ഒഴിവാക്കി ഇവിടെ വന്ന് ഞങ്ങളുടെ ഈ പരിപാടികൾ സഹകരിച്ചിട്ടുണ്ട്. അഭിനയിച്ചിട്ടുണ്ട്, എന്നാലും എല്ലാവരും അഭിനയിച്ചിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്, അതിന്റെ ഉത്തരം ഓൾറെഡി നമുക്ക് തന്നു. ഈ ട്രെയിലർ ടീസർ നമ്മളിപ്പോ കണ്ടപ്പോ അതിലെ വിനായകൻ എന്ന പേര് എഴുതി കാണിക്കുമ്പോൾ 2 കളറിലാണ് വന്നത്. വി നായകൻ ടീസറിൽ നമ്മൾ കണ്ടു. അത് മമ്മൂക്കയുടെ ഐഡിയ ആയിരുന്നു എന്ന് നമ്മൾ കേട്ടു. അപ്പൊ മമ്മൂക്ക തന്നെ ഓൾറെഡി അതിനുള്ള ഉത്തരം നമുക്ക് തന്നു. പക്ഷെ കൂടുതൽ അറിയാനുള്ള ആകാംക്ഷ കൊണ്ട് ചോദിക്കുന്നു മമ്മൂക്ക, ആ കളർ ഡിഫറൻസ് നേരത്തെ പറഞ്ഞതുപോലെ നായകൻ പ്രതിനായകൻ അത് തന്നെയാണ് ഉദ്ദേശിച്ചത്? കളർ ഡിഫറൻസ് വി നായകൻ, വി നായകനത്തിൽ നായകൻ എന്ന് മാത്രമാണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ വിനായകനാണ് നായകൻ, അപ്പോഴാണ് വി എടുത്ത് കാണുന്നത്. അങ്ങനെയാണ് നായകൻ. കിട്ടുന്ന ചാൻസിലൊക്കെ എനിക്ക് പറ്റുള്ളൂ. എൻ്റെ പേര് വെക്കുമ്പോൾ അങ്ങനെ എഴുതാൻ പറ്റില്ല. മൂട്ടി എഴുതാൻ അങ്ങനെ പറ്റില്ല. അപ്പൊ അതാണ് അങ്ങനെ 30 വർഷത്തോളം സിനിമയിൽ സജീവമായി നിൽക്കുന്ന ഓരോ കഥാപാത്രത്തിലും അദ്ദേഹത്തിൻ്റെതായ തനത് ശൈലിയിൽ എക്സെൻട്രിക് ആയി അവതരിപ്പിച്ച് നമ്മളെ കൈയടിപ്പിക്കുന്ന അഭിനേതാവ് തന്നെയാണ്. മമ്മൂക്കയുടെ പെർമിഷനോട് കൂടി അല്ല, നായകനെ ലാസ്റ്റല്ലേ വിളിക്കുന്നത്. ശരി, അവൻ സമ്മതിക്കുന്നില്ല. വാ വിനായകൻ. മികച്ച കഴിഞ്ഞ
Vinayagan on the floor. ഒരു മൈക്ക് കൊടുത്തതായി സംസാരിക്കാൻ അറിയില്ല, അറിയാലോ. ലൈഫിൽ നടക്കുന്ന ചില സംസാരിക്കാൻ അറിയില്ലെങ്കിലും നന്നായിട്ട് അഭിനയിക്കാൻ അറിയാം. ഇനി ഉണ്ടാവില്ല ഇങ്ങനെ ഒരു സിറ്റുവേഷൻ, ആർക്കും ഉണ്ടാവില്ലെന്ന് എനിക്ക് തോന്നണം. അത്ര ഭാഗ്യമുള്ളവനായ വിനായകൻ. സന്തോഷം. രണ്ട് വാക്കിലെല്ലാം ഒതുക്കിയല്ലേ? ബാക്കി ഞാൻ പറയാം. ഈ ക്ലാസ്സിൽ കുസൃതി കാണിക്കുന്ന ഒത്തിരി കുട്ടികളുണ്ടാവും. പക്ഷേ കുസൃതി കാണിക്കുന്നവരോട് നമുക്കൊരു വാത്സല്യം തോന്നും. അങ്ങനത്തെ ഒരു കുസൃതിക്കാരനാണ് വിനായകൻ. വിനായകൻ ഒരുപാട് കുസൃതികൾ കാണിക്കുമെങ്കിലും ഒരു വാത്സല്യം നമുക്ക് എല്ലാവർക്കും ഇയാളുടെ സിനിമ കാണുമ്പോൾ തോന്നിപ്പോകും. ഇത് നമ്മൾ അല്ലാതെ കാണുന്ന വിനായകനാണോ എന്ന് തോന്നിപ്പോകും. പക്ഷെ അല്ലാത്ത കാണുന്ന വിനായകൻ ഇതിനേക്കാളും നല്ലതാണ്. ശരിക്കും കാണാൻ അല്ലേ? With a big round of applause, let's wholeheartedly welcome actresses in Kalangaval on the screen. നമ്മുടെ ഡയറക്ടർ ജിതിൻ സർ പറഞ്ഞിരുന്നു കൗണ്ട് ചെയ്യാൻ കുറച്ച് കഷ്ടപ്പാടായിരിക്കും, അതുകൊണ്ട് കൗണ്ട് ചെയ്തില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഒരു കോൺടെസ്റ്റ് റൺ ചെയ്യുന്നുണ്ട് ടു ഗെസ് ദ നമ്പർ ഓഫ് ഹീറോയിൻസ് ഇൻ കളങ്കാവൽ. സോ അവരെല്ലാവരും സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്നത്തെ ദിവസത്തെ ഒരു വലിയ അനൗൺസ്മെന്റ് തന്നെയായിരുന്നു ഇത്. ഞാൻ ഈ മൈക്ക് ഇവരുടെ കൊടുക്കാം. അവർ തന്ന പേര് നിങ്ങളെ സ്വയം പരിചയപ്പെടുത്തും. താങ്ക് യു സോ മച്ച്. ഇവിടെ നിൽക്കാൻ പാടില്ലായിരുന്നു. താങ്ക് യു സോ മച്ച്. മൈ നെയിം ഇസ് അബി സുഹാന. നമസ്കാരം, എൻ്റെ പേര് നിസ. എൻ്റെ ഫ്രട്ടേണിറ്റി എന്ന് പറയുന്നത് ബാക്കിലിരിക്കുന്നവരാണ്. ഞാനൊരു ജേർണലിസ്റ്റ് ആയിരുന്നു, മുൻ മാപ്രയായിരുന്നു. കുറച്ച് സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് കണ്ണൂർ സ്ക്വാഡിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അഭിനയിക്കാൻ കഴിയുന്നതിൽ വളരെ സന്തോഷം. ഞാനും എല്ലാവരെയും പോയി കൊലയും സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. எல்லாருக்கும் வணக்கம். மம்முட்டி சார், ரொம்ப சந்தோஷம். நான் தமிழ்நாட்டோட சார்பா வந்திருக்கேன். ஏன்னா இங்க ரிலீஸ் பண்ண சாங்ஸ் எல்லாமே தமிழ் சாங்ஸா இருக்கும்போது எனக்கு இன்னுமே ரொம்ப சந்தோஷமா இருந்தது. நான் சென்னை பொண்ணு. என்னோட பேர் திரிவேதா. நான் சென்னையில ஆர்ஜேவா இருக்கேன், படங்கள் பண்ணியிருக்கேன். ஆனா மம்முட்டி சாரோட நடிக்கிறது எனக்கு ரொம்ப சந்தோஷமான விஷயம். மலையாள சூப்பர் ஸ்டாரோட நடிச்சிருக்கோம் அப்படின்றதுல இதுல ஒரு சின்ன ரோலா இருந்தாலும் நான் ரொம்ப சந்தோஷமா அவங்க கூட ஸ்கிரீன் பிரசன்ஸ்ல அவங்க கூட இருந்திருக்கேன் அப்படின்றதுல ரொம்ப சந்தோஷம். താങ്ക്യൂ സർ. എൻ്റെ പേര് സ്മിത. ഞാൻ മമ്മൂക്കയുടെ കൂടെ ഒരു 4ാമത്തെ മൂവിയാണ്. എന്താ പറയുക, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം നിറഞ്ഞ നിമിഷമാണിത്. മമ്മൂക്ക കമ്പനി. താങ്ക്സ് മമ്മൂക്ക. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഗായത്രി അരുൺ. മമ്മൂക്കയുടെ കൂടെ 1 എന്ന മൂവിയിൽ ഒരു 5 വർഷം മുമ്പ് ചെയ്തതിന് ശേഷം അതിനുശേഷം ഞാൻ കൊടുത്ത എല്ലാ ഇൻ്റർവ്യൂവിലും എന്നോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എങ്ങനെയുണ്ടായിരുന്നു മമ്മൂക്കയുമായിട്ടുള്ള എക്സ്പീരിയൻസ്. എനിക്ക് ആ സിനിമയിൽ ആകെ ഒരു സീൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇതിൽ കുറച്ച് കൂടുതൽ സീനുകൾ അദ്ദേഹത്തിനോടൊപ്പം ചെയ്യാൻ സാധിച്ചു. അപ്പോൾ ഇനിയുള്ള ഇൻ്റർവ്യൂവിൽ പറയാൻ കുറച്ചുകൂടെ വിശേഷങ്ങളുണ്ടാവും. താങ്ക് യു ജിതിൻ, ജിഷ്ണു ആൻഡ് മമ്മൂട്ടി കമ്പനി ഈ ഒരു മൂവിയിലേക്ക് ക്ഷണിച്ചതിന് താങ്ക് യു സോ മച്ച്. നമസ്കാരം, എൻ്റെ പേര് അനുപമ. ആദ്യമായിട്ട് നന്ദിയാണ് പറയാനുള്ളത്. ജിതിൻ ചേട്ടൻ, ജിഷ്ണു ചേട്ടൻ, മമ്മൂക്ക, എല്ലാവരോടും ഒരുപാട് നന്ദിയാണ്. ഞാൻ മമ്മൂക്കയുടെ കൂടെ ഇത് 2ാമത്തെ മൂവിയാണ് ചെയ്യുന്നത്. ഡൊമിനിക്കില് മമ്മൂക്കയുടെ നായികയുടെ ഫ്രണ്ടായിട്ടായിരുന്നു ഫസ്റ്റ് റോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കളങ്കാവിൽ എത്തിയപ്പോഴേക്കും ചെറുതായിട്ട് റോളൊന്ന് മാറി. അടുത്ത മൂവിയിൽ ചെറുതായിട്ട് ഭാര്യയായിട്ടോ അനിയത്തിയായിട്ടോ ഒക്കെ ചെയ്യണമെന്നാണ് ആഗ്രഹം. താങ്ക് യു സോ മച്ച്. കളങ്കാവിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. എല്ലാവരും പോയി കാണാം. താങ്ക് യു സോ മച്ച്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രുതി. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു ജിതിൻ, ജിഷ്ണു, മമ്മൂക്ക, മമ്മൂട്ടി കമ്പനി ഈ ഒരു സിനിമയിൽ ഫോർ ഗിവിംഗ് മി എ റോൾ. ഇറ്റ് ഈസ് വെരി വെരി എക്സൈറ്റിംഗ്. ഇത് എൻ്റെ ആദ്യത്തെ സിനിമയാണ് മമ്മൂക്കയുടെ കൂടെ. സോ എക്സ്ട്രീംലി ഗ്രേറ്റ്ഫുൾ. ഈ സിനിമ കാണാൻ ഞാനും വളരെയധികം എക്സൈറ്റഡ് ആണ്. ബിക്കോസ് ഞങ്ങൾക്ക് പോലും അറിയില്ല എന്താണ് ഈ ഫുൾ കഥ എന്നുള്ളത്. സോ വെരി എക്സൈറ്റഡ് ആൻഡ് താങ്ക് യു. എൻ്റെ പേര് സിന്ധു വർമ്മ. വളരെ സന്തോഷത്തിലാണ് ഞാൻ. എനിക്ക് ബാലതാരമായിട്ട് ഞാൻ
ഒരുപാട് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. അതിൽ മമ്മൂക്കയോടൊപ്പം അർത്ഥം എന്ന മൂവിയിൽ മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി. അന്ന് ഞാൻ പറയുമായിരുന്നു വലുതാകുമ്പോൾ മമ്മൂക്കയുടെ നായികയാവണം എന്ന് ആഗ്രഹമുണ്ടെന്ന്. ഞാനിപ്പോൾ ഇവിടെ ഇരുന്നപ്പോൾ ഞാനതിങ്ങനെ ആലോചിക്കുമായിരുന്നു. എന്തായാലും അത് മാനിഫെസ്റ്റായി. ഇത്രയും നായികമാരിൽ ഒരു നായികയാവാൻ സാധിച്ചു. എൻ്റെ അമ്മായിച്ചനെ ഈ സമയത്ത് ഞാൻ സ്മരിക്കുകയാണ്, വേറൊന്നുമില്ല. അദ്ദേഹം ജഗന്നാഥ വർമ്മ, ആക്ടർ ജഗന്നാഥ വർമ്മ, അദ്ദേഹം എപ്പോഴും മമ്മൂക്കയുടെ എല്ലാ പടത്തിലും, ജോഷിയണ്ണൻ്റെ പടത്തിൽ അച്ഛനില്ലാത്ത പടങ്ങൾ ചുരുക്കമാണെന്ന് തോന്നുന്നു. അപ്പോൾ പറയാറുണ്ട് മമ്മൂക്ക എന്ന ആ ഒരു മനുഷ്യനെ നടനെന്നല്ല ഉപരി ഇങ്ങറ്റം ചായ കൊണ്ടുവരുന്ന ആൾ മുതൽ ഫുൾ ക്രൂവിനോട് എങ്ങനെ പെരുമാറണം, നമ്മളത് കണ്ടുപഠിക്കണം, ഇതെല്ലാം ഫാമിലിയിൽ എപ്പോഴും അച്ഛൻ പറയുന്ന കാര്യങ്ങളായിരുന്നു. എന്തായാലും മമ്മൂക്കയോട് ഇത് എൻ്റെ 6ാമത്തെ ഫിലിമാണ്. ഒരുപാട് സന്തോഷമാണ്. ടീം എന്നെ ഇതിനെ വിളിച്ച എല്ലാവർക്കും ഞാനൊരു താങ്ക്സ് പറയുന്നു. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഇതൊരു വലിയൊരു വിജയമായി തീരട്ടെ. താങ്ക് യു. നമസ്കാരം, ഞാൻ വൈഷ്ണവി സായ്കുമാർ. എന്നെ ഇവിടെ ഒരുപാട് പേര് ഫിലിംസിന്റെ എണ്ണം പറയുന്നുണ്ട്. എൻ്റെ ഫസ്റ്റ് മൂവിയാണ്. അത് മമ്മൂട്ടി സാറിൻ്റെ കൂടെ തന്നെ ചെയ്യാൻ സാധിച്ചാൽ ഒരുപാട് സന്തോഷം. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം, ഞാൻ മാളവിക. ഒരുപാട് സന്തോഷമുണ്ട്. ആസ് എ ഡൈ ഹാർഡ് ഫാൻ ഓഫ് മമ്മൂക്ക ഒരു തവണ കൂടെ നിർത്തരുത്, പക്ഷെ ഇതിൽ ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച് ചേട്ടാ ആൻഡ് മമ്മൂട്ടി കമ്പനി. ഇതെൻ്റെ സെക്കൻഡ് മൂവിയാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം ചെയ്യാൻ പറ്റിയത്. താങ്ക് യു. എൻ്റെ പേര് മോഹനപ്രിയ. ഐ എം ഫ്രം ചെന്നൈ. This is my second movie in Malayalam. I've done a very small role in Manjuman Boys before. Though all of us have done a very small portion in this, I think it's very special for all of us. My heartfelt thanks to Jishnu, Jitin and Ashik. Thank you, Mammootty sir. Looking forward. அனைவருக்கும் வணக்கம். நான் சிதி ஃபாத்திமா. இது என்னோட மம்முக்கா கம்பெனியில் செகண்ட் ஃபிலிம். ஃபர்ஸ்ட் ஃபில்மும் குட்டி ரோலாக இருந்தாலும் ஐம் ஹாப்பி டு ஒர்க் வித் மம்முக்கா. அண்ட் செகண்ட் ஃபில்மும் அவங்க கூட நான் பண்ணதில் ரொம்ப சந்தோஷமாக இருக்கேன். அண்ட் தேங்க்யூ சப்போர்ட்டர்ஸ். எனக்கு இந்த ரோல் கொடுத்ததுக்கு ஜிதின் அண்ட் ஏடி ஆஷிக் எல்லாருக்குமே ரொம்ப நன்றி. വണക്കം. എൻ്റെ പേര് സീമ. ആദ്യമേ തന്നെ ഭയങ്കര സന്തോഷം, പിന്നെ ഒരുപാട് പേരോട് നന്ദി ഈ സിനിമയുടെ ഭാഗമാക്കിയതിന്. അപ്പോൾ എൻ്റെ മൂക്കിൻ്റെ ഇവിടെ ഒരു കറുത്ത ഉണ്ണിയുണ്ട്. അപ്പോൾ പണ്ട് എല്ലാവരും പറയും ഇത് സർജറി ചെയ്ത് കളയണം. ഞാൻ പറയും ഇല്ല, എനിക്കും മമ്മൂക്കയ്ക്കും മാത്രമേ ആ സാധനമുള്ളൂ. അന്നൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല അദ്ദേഹത്തിനെ കാണാൻ പറ്റുമെന്ന്. പക്ഷേ കണ്ടു, അഭിനയിച്ചു. ഒരുപാട് സന്തോഷം. താങ്ക് യു. നിങ്ങളെപ്പോലെ ഞങ്ങളും മീറ്റിംഗ് ആണ് December 5th. കാരണം ഞങ്ങൾക്കും വലിയ പിടിയൊന്നുമില്ല. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് കബനി. ഞാൻ മമ്മൂക്കയുടെ കൂടെ 2ാമത്തെ സിനിമയാണ്. നിസാം ബഷീർ സാറിൻ്റെ റോഷാക്ക് എന്ന മൂവിയിലാണ് ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. 2ാമതും ഈ ഒരു സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. അതിലും അപ്പുറത്ത് വിനായകൻ ചേട്ടൻ്റെ കൂടെ അഭിനയിക്കാൻ കഴിയുന്നതിലുള്ള സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. നമ്മുടെ സിനിമ വലിയൊരു വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം, എൻ്റെ പേര് അമൃത. മമ്മൂട്ടി കമ്പനിയുടെ കൂടെ ഇത് 3ാമത്തെ പടമാണ് ഭാഗമാകുന്നത്. December 5 വേണ്ടി വെയിറ്റിംഗ് ആണ്. താങ്ക് യു. எல்லாருக்கும் வணக்கம். என் பேர் முல்லையரசி. நான் ராம்நாட்டிலேருந்து வரேன். மம்முக்கா கம்பெனி இது எனக்கு செகண்ட் ஃபிலிம். கண்ணூர் ஸ்குவாடில் வனஜாவா என்னை பார்த்துருப்பீங்க. ஸோ தேங்க்யூ ஸோ மச் இந்த வாய்ப்பு எனக்கு கொடுத்ததுக்கு. எனக்கு மலையாளம் குறைச்சி அறியும், பட் സംസാരിக்க അറിയില്ല. இதுவும் தப்பு தான் நினைக்கிறேன். அண்ட் தேங்க்யூ ஸோ மச். தேங்க்யூ சார். தேங்க்யூ ஸோ മച്ച്. എൻ്റെ പേര് കാത്രിൻ മരിയ. മമ്മൂക്ക സാറിൻ്റെ കൂടെയും മമ്മൂട്ടി കമ്പനിയുടെ കൂടെയും ഇത് എൻ്റെ 2ാമത്തെ സിനിമയാണ്. ആദ്യത്തെ സിനിമ കണ്ണൂർ സ്ക്വാഡാണ്. കണ്ണൂർ സ്ക്വാഡിലെ ടിക്കിരി വില്ലേജിൽ നടക്കുന്ന ഫൈറ്റിനകത്ത് മമ്മൂക്കയ്ക്ക് നേരെ ഒരു വാളുമായി ചാടി വരുന്ന ഒരു ഉത്തർപ്രദേശുകാരിയായിട്ടായിരുന്നു എൻ്റെ തുടക്കം. അവിടെ നിന്ന് ഇപ്പോൾ മമ്മൂക്കയുടെ നായികമാരിൽ ഒരാളായി ഇവിടെ നിൽക്കാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ ഞാൻ കാണുന്നു. ഇപ്പോൾ December 5 കളങ്കാവൽ ഒരുപാട് പേരുടെ പ്രതീക്ഷയും പ്രാർത്ഥനയുമാണ്. വലിയ വിജയം തന്നെ ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. ഇവിടെയുള്ള എല്ലാവർക്കും ഐ ഗസ് മമ്മൂക്കയായിട്ട് ഒരു സിനിമ 2 സിനിമ അങ്ങനെ എന്തൊക്കെയാണ്. ഐ തിങ്ക് എനിക്ക് മാത്രമേ ഐ ഗസ് 1.5 ഉള്ളൂ. രേഖാചിത്രത്തിൽ മമ്മൂക്ക ഒരു ക്യാരക്ടർ വാസ് ഡൺ ബൈ എ. ആൻഡ് ദെൻ ഐ തിങ്ക് ഐ എം ലക്കി ദാറ്റ് എനിക്ക് കലങ്കാവലും മമ്മൂക്കയുടെ കൂടെ മാത്രം അഭിനയിക്കാൻ കിട്ടി. താങ്ക് യു സോ മച്ച് ജതിൻ ഫോർ ദിസ്. എൻ്റെ ലൈഫിലത്തെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് അച്ചീവ്മെന്റ് ആയിട്ട് അത് കാണുന്നു ദാറ്റ് ഐ ഗോട്ട് ടു ഷെയർ മൈ സ്ക്രീൻ വിത്ത് മമ്മൂക്ക. താങ്ക് യു മമ്മൂക്ക. നമസ്കാരം, എൻ്റെ പേര് ബിൻസി.
എൻ്റെ മമ്മൂക്കയുടെ കൂടെ ഫസ്റ്റ് ഫിലിമാണ്, മമ്മൂട്ടി കമ്പനിയുടെ കൂടെ ഫസ്റ്റ് ഫിലിമാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് മമ്മൂക്കയുടെ കൂടെ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ പറ്റിയത്. എല്ലാവരോടും താങ്ക് യു, മമ്മൂക്കയോടും മമ്മൂട്ടി കമ്പനിയോടും ജിഷ്ണുവിനോടും ജിതിനോടും പിന്നെ ആഷിഖിനോടും വലിയൊരു നന്ദി അറിയിക്കുന്നു. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ധന്യ. മമ്മൂക്കയുടെ കൂടെ സെക്കൻഡ് വർക്കാണ് ഞാൻ ചെയ്യുന്നത്. ഇവിടെ വരുമ്പം തൊട്ട് ഭയങ്കര സർപ്രൈസ്ഡ് ആണ് ഈ സ്റ്റെപ്പ്, ഈ ഒരു ഓഡിയൻസും ടീസർ കാണുന്നതും. ഈ നമ്മൾ ആദ്യമേ പരസ്പരം കാണുന്നത് നമ്മൾ തമ്മിൽ ഭയങ്കര സർപ്രൈസ്ഡ് ആയിരുന്നു. സോ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യാണ് 5th വേണ്ടി. താങ്ക് യു. എല്ലാവരെയും കളങ്കാവൽ ടീം മെമ്പേഴ്സിനെ വേദിയിലേക്ക് ഗ്രൂപ്പ് ഫോട്ടോയുടെ ഭാഗമാകുന്നതിനായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. മമ്മൂക്കയുടെ കുട്ടിയായിട്ട് മുതലേ നമ്മള് സിനിമയിൽ കാണുന്ന ആളാണ്. മമ്മൂക്ക himself called Anika on stage. Anika, few words. Very excited for them. Thank you so much, Mamukka. Thank you. Thanks a lot, Anika.